പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലിടുന്ന മെസ്സേജുകളൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോ ചിലപ്പോൾ എടുക്കും. സ്റ്റാറ്റസും ഗ്രൂപ്പിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുത്തിടാറുണ്ട് ചില വചനവും. ഹല്ലേലൂയ. ചില എന്താ പറയാ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ ഇടാറുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്? ചില സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, ചില സമയത്ത്. ആ, ഹല്ലേലൂയ. ഇന്നലെ ഞാനിരുന്നിട്ട് പ്രതിസന്ധികളെ വാതിലാക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച്. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോൾ അതൊരു ഓപ്പണിംഗ് ആക്കി മാറ്റുന്ന, ഒരു വാതിലാക്കി മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മള് ദൈവവചനത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ, പ്രതികൂലം വരും, പ്രതിസന്ധി വരും, ചില വിഷയങ്ങൾ വരും. പക്ഷെ അത് അവിടെ സുവിശേഷത്തിന് നമ്മൾ കാണുന്നത് സുവിശേഷത്തിന്റെ വാതിലാക്കി മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമ്മൾ കാണുന്നത്. 16-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്. നമുക്കറിയാം, ഹാലേലി വെളിച്ചപ്പാടത്തെ, ഹാലേലി അപ്പൊ യജമാനന്മാർക്ക് അനേക ലാഭം ഉണ്ടാക്കി ഒത്തിരി വെളിച്ചപ്പാടത്തെ കണ്ടപ്പോൾ ഹാലേലി പൗലോസും ശീലാസും കടന്നു പോകുന്ന സമയത്ത് ഹാലേലൂയ അവരെ പ്രാർത്ഥനാ സ്ഥലം ചെല്ലുമ്പോഴെല്ലാം എന്താ ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ട് ബാല്യക്കാര്യങ്ങളെതിരേറ്റ് അവർ പൗലോസിനെ ഞങ്ങളുടെ പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്ന പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞ് അവളെ നോക്കി, ഹാലേലൂയ, അവളുടെ ഭൂതത്തോടാൽ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു പറഞ്ഞ് ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഹാലേലൂയ. അപ്പോൾ അവിടെ പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തിൽ ലക്ഷണം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൾ പറഞ്ഞ കാര്യം കൃത്യമാണെങ്കിലും അവൾ പറഞ്ഞത് ഏത് ആത്മാവിലാണ് തിരിച്ചറിഞ്ഞ പൗലോസ് അവളെ നോക്കി മുഷിഞ്ഞു നോക്കി അവളെ ശാസിക്കുന്ന അവളെ ഭൂതം വിട്ടുപോയി. ഇവിടെ എന്താ സംഭവിക്കുന്ന? അപ്പോൾ അവളുടെ ലാഭം പോയി, യജമാനത്തെ ലാഭത്തിന്റെ ആശ പോയിപ്പോയി കണ്ട് പൗലോസിനെ ശീലാസിനെ പിടിച്ചു ചന്തസ്ഥ പ്രമാണ അടുക്കിലേക്ക് വലിച്ചിഴച്ചുണ്ട്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അവരെ എന്താ പറയാ വലിച്ചിഴച്ചുകൊണ്ടുപോയി വസ്ത്രമൂരി കോൽ കണ്ടടിച്ച് അവരെ കാരാഗ്രഹത്തിൽ ആക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതികൂലത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കാരാഗ്രഹം. ആ കാരാഗ്രഹത്തെ കുറിച്ച് നമുക്കറിയാം. അവരെ ആമത്തിലിട്ട് പൂട്ടി, കൈയും കാലും ബന്ധിക്കപ്പെട്ട്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. കാരാഗ്രഹത്തിന്റെ വാതിൽ അടച്ചു. നെക്സ്റ്റ് ഡേ എന്താ പറയാ, ജനത്തിന്റെ മുമ്പിൽ നിർത്തണം എന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണിയെ കാരാഗ്രഹം കാക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹാലേലൂയ. അവിടെ വലിയൊരു പ്രതികൂലം നമ്മുടെ പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ മുമ്പ് വന്ന് നിൽക്കുക. നമുക്കറിയാം പലരും ഇന്ന് ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന സമയത്ത് പല സ്ഥലത്ത് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ആരൊരു മെസ്സേജ് ഇട്ടിട്ട് ഛത്തീസ്ഗഡിലെങ്ങാണ്ട് അവര് ദൈവസഭയെ മൊത്തമായിട്ട് എന്താ പറയാ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് എന്താ അവരുടെ പ്ലാൻ എന്താ വെച്ചാൽ ദൈവദാസന്മാരുടെ കുടുംബങ്ങളിൽ കയറി അവരെ ഉപദ്രവിച്ച് അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും പീഡിപ്പിക്കുമെന്നും മാനഭംഗപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം തീരുമാനിച്ചു വെച്ചിട്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ആരോ അയച്ചൊരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ വരികയുണ്ടായി. അപ്പൊ ഇത് നമ്മൾ കേട്ടപ്പോൾ എന്താ, അവിടെ ഒരു പ്രതികൂലം വരികയാണ്. ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി വരികയാണ്. എന്റെ ദൈവം ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം, അതിന് മുന്നമേ അവിടെ ഒരു പരിഹാരം ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലേ? നമ്മുടെ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്നത്? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ട്. നമ്മൾ പാടുന്നത് അങ്ങനെയല്ലേ? കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് ഈ പാട്ട് ഇങ്ങനെ പലരിലൂടെ ഞാനത് കേൾക്കുന്നുണ്ട്. ഹാലേലൂയ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ട്. പരീക്ഷ വന്നു കഴിയുമ്പോൾ പരിഹാരം അന്വേഷിച്ചു പോകുന്ന ദൈവം എന്നല്ല പറഞ്ഞേക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്, ഞാൻ നിന്നെ ഓമനപ്പേർച്ചിൽ വിളിച്ചതാണ്. ഞാൻ നിന്നെ വിശദീകരിച്ചതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ദൈവം മുന്നമേ അറിഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്.
അപ്പൊ അങ്ങനെ അറിഞ്ഞ ദൈവം ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്ന് നിൽക്കുന്ന സമയത്ത് ആ പ്രതികൂലത്തെ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രതികൂലത്തെ എന്താ പറയാ ഒരു വാതിലാക്കി തുറക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ ഒരു ഇടയിലേക്ക് പോകത്തുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വളരെ വലിയ പ്രതിസന്ധി കൂടെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയ ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ വാതിൽ ദൈവം തുറന്നിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ കാണുന്ന പൗലോസ് വന്ന് വായിക്കും സിസ്റ്റർ, ആ ഭാഗം നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. ഹാലേലിയ 23 തുടങ്ങി 22 തുടങ്ങി വായിച്ചു. അപ്പോസ്തലർക്ക് 16-ാം അധ്യായത്തിൽ 22 തുടങ്ങി വായിച്ചു. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചിരിഞ്ഞു, കോൽ കൊണ്ടവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശിലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്ന അവിടെ അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചിരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണി അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ഹാലേലിയ. വചനത്തിൽ ഹാലേലിയ അവരെ വളരെ അടുപ്പിച്ചു എന്ന് പറയണമെങ്കിൽ എത്രത്തോളം അടിച്ചു കാണും നമുക്ക് ഊഹിക്കാം. ഹാലേലിയ. പണ്ടൊരിക്കൽ ദൈവം പറഞ്ഞ കണക്ക് വചനത്തിൽ എന്തെങ്കിലും വളരെ അധികം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഹിക്കാൻ കഴിയുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും അത്. ബഹുസമ്പന്നനാക്കി എന്ന് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ആ സമ്പത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയത്തില്ല. അതുപോലുള്ള കാര്യങ്ങളില ബൈബിളിൽ എപ്പോഴും നമ്മൾ പറയുന്ന കണക്ക് ചുമ്മാ ഇങ്ങനെ ഇച്ചിരി കൂട്ടി പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നതല്ല. അവര് വളരെ അടുപ്പിച്ചു. എന്ന് വെച്ചാൽ അവരെ ശരിക്കും ശരീരത്തിൽ എവിടെയൊക്കെ അടിക്കാൻ പറ്റും അതുപോലെ അവരെ അടുപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് അവരെ കാരാഗ്രഹത്തിൽ തടവിലാക്കിയിട്ട് കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. വെച്ചാൽ വളരെ സൂക്ഷ്മത്തോട് കാത്തോണം. എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം കാവല്. അപ്പൊ കാരാഗ്രഹപ്രമാണിയെ കുറിച്ച് അങ്ങനെ അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി. അപ്പം ഇങ്ങനെയുള്ള കൽപ്പന വളരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ ആമത്തിലാക്കി കൽപ്പന അകത്തെ തടവിൽ ആക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവ് ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. അവിടെ വളരെ അടുപ്പിച്ച ശേഷം വളരെ സൂക്ഷ്മത്തോട് കാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കാരാഗ്രഹപ്പണി അകത്താക്കി കാലും കയക്കി ആമത്തിലിട്ട് പൂട്ടി. എന്ന് വെച്ചാൽ കാരാഗ്രഹ പ്രമാണി നേരിട്ട് തന്നെ ഇവരെ കാവൽ കാക്കാനായിട്ട് ഉണ്ടായിരുന്നു. അവിടെ സാധാരണ എന്താ പറയാ കാരാഗ്രഹ പ്രമാണിയൊന്നും കാവൽ കാക്കാനായിട്ട് അവിടെ നിൽക്കത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങേര് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. ഹാലേലൂയ. കാരണം അങ്ങനെയാണ് കാരണം. പക്ഷെ ഇവിടെ ഇവര് വളരെ സൂക്ഷ്മത്തോട് കാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ തന്നെ നേരിട്ട്
നേരിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഹാലയുടെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര വലിയ പ്രതികൂലം അവിടെ വന്നേക്കുന്ന ഹാലേലിയ. കാരണം അവരെ വളരെ വസ്ത്രം വലിച്ചെറിഞ്ഞ് വളരെ അടിപ്പിച്ചു. എന്നിട്ട് വളരെ സൂക്ഷ്മത്തോടെ കാക്കാൻ കൽപ്പിച്ചു. ഹാലേലിയ കാരാഗൃഹത്തിന് അകത്താക്കി ആമത്തിലിട്ട് പൂട്ടി. വല്ലാത്ത പ്രതികൂലം ഹാലേലിയ അവരുടെ ജീവിതത്തിൽ വന്നു. വല്ലാത്തൊരു പ്രതിസന്ധി. ഇയാള് നേരിട്ട് നിന്നിട്ടാ ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കുന്ന. വല്ല പട്ടാളക്കാർ മാത്രമൊക്കെ ആയിരുന്നെങ്കിൽ അല്പസമയം ഒന്ന് വേണമെങ്കിൽ ഉറങ്ങാൻ, അല്ലെങ്കിൽ അല്പസമയം എന്തെങ്കിലും ഒരു ഇതാകാനും പറ്റും. പക്ഷെ ഇതിപ്പോ ഒരു രക്ഷയില്ല. ആമത്തിലിട്ട് പൂട്ടിയ വല്ലാത്തൊരു പ്രതികൂലമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഹാലേലിയ. ഈ പ്രതികൂലം ഹാലേലിയ. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അടിസ്ഥാനം വിളി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. ഹാലേലിയ. അപ്പോൾ ഇവിടെ അവരുടെ വാതിലൊക്കെ തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണ് കാരാഗ്രഹ പണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തെ വാതിൽ തുറന്നിരിക്കേണ്ട ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു. ഊഹിച്ച് വാടൊരു തന്നെത്താൻ കൊല്ലുവാൻ പക്ഷെ കാരാഗ്രഹ പ്രമാണി ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹാലില്. അവിടെ കാരാഗ്രഹത്തെ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ അയാൾ ചാടി എഴുന്നിട്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് വാളൊരു തന്നെത്താൻ കൊല്ലുവാൻ നോക്കുകയാണ് കാരണം ഇങ്ങനൊരു പ്രതികൂലം അവിടെ വന്നത്, ഇങ്ങനൊരു പ്രതിസന്ധി അവിടെ വന്നത് ചിലരെയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ, ചില വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അവരെ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടി കാരാഗ്രഹത്തിനകത്താക്കാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ അവര് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം യജമാനന്മാരെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ പറയുന്നത്, പൗലോസൊക്കെ പറയുന്നത് രക്ഷപ്പെടുവാനുള്ളത് എന്താ, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. എന്താ വെച്ചാൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. ഞാൻ ചോദിക്കുന്നത്, പൗലോസ് ശീലാസും ചന്തസ്ഥലത്ത് പോയി നിന്നോ ഹാലേലിയ, പ്രാർത്ഥനാ സ്ഥലത്ത് പോയി നിന്നോ പുഴവക്കിൽ പോയി നിന്നോ ഹാലേലിയ, വചനം പറഞ്ഞു ഒരിക്കലും ഈ കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും തൊടാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ഇവരെ ഇറക്കി അവിടെ കൊണ്ടുവരണം ഹാലേലിയ. പക്ഷേല് ദൈവം എന്താ വെച്ചാൽ ഇവരെ അകത്ത് കയറ്റി കൊണ്ടുവന്നിട്ട് ഹാലേലിയ അവരുടെ ആ കുടുംബത്തിന്റെ വാതിൽ അവരെ സുവിശേഷ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം അനുവദിച്ചു. ഹാലേലിയ അവിടെ അപ്പൊ ഒരു പ്രതിസന്ധി മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ നമ്മൾ വിചാരിച്ച അയ്യോ അത് വല്ലാത്തൊരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നല്ലോ. പക്ഷെ ഈ പ്രതികൂലം എന്തിനാന്ന് ചോദിച്ചാൽ ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഹാലേലൂയ ആമീൻ ആമീൻ ഹാലേലൂയ. അപ്പൊ യേശു ക്രിസ്തു എന്റെ പേരിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രതികൂലങ്ങൾ വരുന്നെങ്കിൽ നമുക്കത് ഊഹിക്കാം ഹാലേലൂയ. നമ്മൾ അവിടെ ചില വാതിൽ കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഇവിടെ ആരോ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴും പെട്ടെന്ന് ഓർത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സുവിശേഷ വിരോധികൾ ഹാലേലിയ മനുഷ്യനെ നമ്മുടെ കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ ഹാലേലിയ ചില സെപ്റ്റിക് ടാങ്ക് തുറന്നു പോലും മനുഷ്യന്റെ മലം സുവിശേഷകന്മാരെ കൊണ്ട് തീറ്റിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഹാലേലിയ. ആ സമയത്തൊക്കെ അവിടെ എന്താ വന്നൊരു പ്രതികൂലം വന്ന് പ്രതിസന്ധി വന്ന് കേട്ടവർക്കൊക്കെ ഹാലേലിയ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതികൂലം അവരുടെ മുമ്പിലേക്ക് വന്നു. ഹാലേലിയ അവിടെ എന്താ സംഭവിച്ചത്, അവരൊന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. പക്ഷേ ഒരു ഗ്രാമം മുഴുവൻ ദൈവം കത്തിച്ചു കളയാൻ ഇടയായി. ദൈവത്തിന്റെ കോപം ഇറങ്ങി ഹാലേലിയ. പക്ഷേ ആ കോപം ഇറങ്ങി അത് നശിച്ചു കഴിഞ്ഞപ്പം പിന്നീട് നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ആ ഏരിയയിൽ നിന്ന് ഹാലേലിയ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള യേശുവിന്റെ നാമം കേൾക്കും വിറയ്ക്കുന്ന ഒരു ജനം അവിടെ ഉണ്ടായി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന ജനമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ ദേവദാസനും കൂടെ നമ്മുടെ ബിജപ്പാസിനും കൂടെ കുറച്ച് നേരം സംസാരിക്കണ്ട. പറയാം ആന്റി, ഞാൻ എപ്പോഴും വിചാരിക്കും ഹാലേലിയ ദൈവം പഴയ ദൈവം പഴയ നിയമത്തിലെ ദൈവം ഹാലേലിയ. അപ്പൊ തന്നെ ഹാലേലിയ നല്ല എന്താ പറയാ അവരുടെ നേരെ അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് നേരെ അല്ലെ കോപം വരുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ ഇന്നും ദൈവം അങ്ങനെയൊക്കെയാണെങ്കിൽ ആൾക്കാർ ഈ കള്ളത്തിനും പാവവും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടിച്ചേനമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടും കൃപയിലായതുകൊണ്ടും ഒക്കെ ആയിരിക്കും ദൈവം ഇങ്ങനെ. ഞാൻ പറയാം അങ്ങനെയല്ലല്ലോ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലാണ് അനന്യാസും സഫീറയും വ്യാജം പറഞ്ഞവര് ഹാലേലിയ മരിച്ചു വീണത് നമ്മൾ കണ്ട പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിലാണ് അല്ലേ? ആണോ? പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? പുതിയ നിയമത്തിലാണ് നമ്മൾ കണ്ടല്ലേ ഹാലിയ. അപ്പൊ അവിടെ എന്താ പറയാ, അവിടെ അപ്പോസ്തലന്മാർ അവിടെ അപ്പൊ എല്ലാവർക്കും ഭീതി വന്നോടെ എഴുതിയിട്ടുണ്ട് ഹാലേലൂയ. അപ്പൊ എന്താ വെച്ചാ ദൈവമേ ഒരു കഥ അനന്യാസ സഭയെ നമ്മൾ നോക്കുമ്പോൾ വലിയ പാവം ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർ വിചാരിച്ച് അവർ പറഞ്ഞ് അവരുടെ സ്വന്തം സ്ഥലം വിറ്റ് വീട് സ്ഥലം എല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാർക്ക് ഹാലയിൽ പൈസ കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു.
സാറാമസ് വിചാരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന 10 ലക്ഷം രൂപ അല്ലെങ്കിൽ കൊണ്ടുവന്നിരുന്നുണ്ട്. അത് മൊത്തം എടുത്ത് ആമ ഒരു സുവിശേഷ വേലയ്ക്ക് കൊടുക്കാന്ന് ചോദിച്ചാൽ അത് എടുക്കാൻ ചെന്നപ്പോൾ സാറാമസ്റ്റർക്ക് ഒരു തോന്നൽ വന്നു ഹാലരെ, ഓ ഈ 10 ലക്ഷം കൂടെ അങ്ങ് എടുത്ത് കൊടുത്താൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും വല്ല അസുഖം വന്നു വല്ല മരുന്ന് വായിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 2 ലക്ഷം ഇവിടെ ഇരിക്കട്ടെ ഹാല, ബാക്കി 8 കൊണ്ട് കൊടുക്കണം എന്ന് വെച്ചാൽ 8 ലക്ഷം കൊണ്ട് കൊടുത്തു ഹാലരെ. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലലുയ്യ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള സംഭവം നമ്മുടെ വല്ല വീട് സ്ഥലം വിറ്റാലും നമുക്ക് എന്തായാലും ഉണ്ട് ഒരു വണ്ടി വിറ്റ് ഹാലെ നമ്മൾ ആ കാശ് അവിടെ കൊണ്ട് കൊടുക്കാൻ വിചാരിച്ചു, തീരുമാനിച്ചു, അല്ലെങ്കിൽ അല്പം പോയി ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചു. നോക്കിയാ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന കണക്ക് കള്ളത്തരവും കപടത്തെയും ഒന്നും ഇല്ല. നമ്മൾ മറന്നു പോരുത്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മുടെ ബിജി സിസ്റ്റർ നമുക്ക് വേണ്ടി വരുന്ന ശുശ്രൂഷ ഇടയിൽ ഒരു അനുഭവം പറഞ്ഞു. ഹാല, ഒരു സഹോദരി വളരെ ഭാരത്തിലായിരുന്നപ്പോൾ ഹാലേലിയ ആമ ഏതോ ദൈവദാസന്റെ നമ്പർ ഹാലേലിന്റെ മെസ്സേജ് കേട്ടിട്ട് വല്ലതായിരിക്കും എടുത്ത് വിളിച്ചപ്പോൾ, ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഫോൺ എടുത്തിട്ട് അവര് പറഞ്ഞു, ഹാലേലിയ പാസ്റ്ററുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ അടയ്ക്കണം, ഇത്ര രൂപ പേ ചെയ്താലേ പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്താൽ പാസ്റ്റർ പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ പറയേണ്ട തമ്പുരാൻ ഇവരെയൊക്കെ കീറി കളയാത്ത ഭാഗ്യം. ഹാലേലുയ. കാരണം ഹാലേലുയ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം ഹാലേലുയ ദൈവത്തിന്റെ ഹാലേലു ഇതെന്താണ്, എന്താ ഈ സുവിശേഷം എന്താണ്, ഈ കൃപാവരങ്ങൾ എന്താണ്, കൃപാദാനങ്ങൾ എന്ന് അതിനെ പറയുന്നത്. നമ്മൾ എന്തിലാണ് ഈ അഹങ്കരിക്കുന്നത്, എന്തിലാണ് നിഗളിക്കുന്നത്? നമ്മൾ കാശ് വെച്ച് കൺസൾട്ടിങ് ഫീസ് വെച്ച് ഹാലേലിയ ആൾക്കാരെ വിസിറ്റ് ചെയ്യാനും കൺസൾട്ട് ചെയ്യാനും ഇത് നമ്മൾ കാശ് മുതലെടുത്ത് പഠിച്ച് MBBS MD ഒന്നും അല്ല. ഹല്ലേലൂയ. ദൈവം നാളെ വിചാരിക്കാം, മോനെ നീ ഇനി മുതൽ പ്രാർത്ഥിക്കേണ്ട എന്നങ്ങ് വിചാരിച്ച് എന്ത് ചെയ്യും? എവിടെ ഫീസ് വാങ്ങിക്കുന്നത്? ഇത് ഏത് ആത്മാവിനാലാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്ന ദൈവത്തിന്റെ കോപം നമ്മൾ കണ്ടു പല സ്ഥലത്തും ഇറങ്ങുന്ന നമ്മൾ കണ്ടു അവിടെയൊക്കെ ദൈവത്തെ ഭയപ്പെട്ടവർ വിറച്ചു. ഇന്ന് ദൈവഭയം ഇല്ലാതെ ആയിരിക്കുന്നു പലർക്കും. പക്ഷേങ്കിൽ ഞാൻ പറയുന്ന ചിലർ ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്നവരും ജീവിതത്തിൽ മാത്രം എന്താ ഈ കഷ്ടത ദൈവം എന്ന് നമ്മൾ പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. ഹാലലിയ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. ഈ കഷ്ടത, ഈ പ്രതികൂലം, ഈ പ്രതിസന്ധികൾ എങ്ങനെ വരുന്നത്, എന്തിനു വേണ്ടി വരുന്നു വെച്ചാൽ ദൈവം ചില വാതിലുകൾ തുറക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടുവരുന്നതാണ്. പ്രതികൂലം ഇല്ലെങ്കിൽ ചിലപ്പം നീ ആ സമയത്ത് അവിടെ ഇരിക്കത്തില്ല, നീ അവിടെ ചെല്ലത്തില്ല, നീ അത് അവരോട് സംസാരിക്കത്തില്ല. ഹാലലൂയ നീ അവരുമായി കണ്ടുമുട്ടത്തില്ല. ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാലിലിയ ഈ പ്രതികൂലത്തിൽ അവിടെ ചെന്ന്, ഈ പ്രതിസന്ധി അവിടെ ചെന്ന് ഇത് നമുക്ക് കാണാം. ഏലിയാവിന്റെ കാലത്ത് യേശുകർത്താവ് തന്നെ പറയുന്ന ഇവിടെ അനേക വിധവമാരുണ്ടായിരുന്നിട്ട് ദൈവം അവന് സരാഫത്തിൽ ഒരു വിധവയുടെ അടുക്കിലേക്ക് അയച്ചത്. എന്തിനാ ആ വിധവയുടെ അടുക്കിലേക്ക് അയച്ചത്? ഏലിയാവിന്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നു. എന്താണ്? ആഹാബും കൂട്ടരും അന്വേഷിച്ച് നടക്കുന്നു. അപ്പം ഏലിയാവിന് ഒളിച്ച് താമസിക്കണം, അല്ലെങ്കിൽ ഏലിയാവിനെ പോറ്റണം. ദൈവം അതിനെ കണ്ടെത്തിയത് സരാഫത്തിൽ ഒരു വിധവേനെയാണ്. അവിടെ ചെന്നപ്പോഴാണ് എന്താ ആ പ്രതികൂലത്തിനും അവിടെ ചെന്ന് എന്തിനു വേണ്ടിയിട്ടാ ദൈവം അവിടേക്ക് അയച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിധവയും മകനെ നമ്മൾ ചെല്ലും പറയാം അവര് പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുന്ന വിധവ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ മകൻ മരിച്ചപ്പോൾ അവള് ദൈവദാസനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, എന്റെ പാപത്തെ ഓർമ്മിപ്പിക്കാനാണോ നീ ഇവിടെ വന്നത്? അപ്പോൾ അവർ പാപിയായിരുന്ന സ്ത്രീയാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹാലലുയ. അപ്പൊ പാപിനി ആയിരുന്ന ഒരു സ്ത്രീയുടെ അടുക്കലേക്കാണ് ഒരു പ്രവാചകനെ ദൈവം അയച്ചത് നമുക്ക് മനസ്സിലായി. അപ്പൊ കഴിഞ്ഞ കാലം അല്ലാതെ ആരോട് പറഞ്ഞതും ചിലപ്പോ അവിടെ പോകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ഒരു പ്രതികൂലത്തിൽ ദൈവം അവിടേക്ക് അയച്ച് അവളും അവളുടെ കുടുംബവും അത് അതില് ആ ദൈവത്തിന്റെ ഫേവറിൽ ദൈവത്തിന്റെ പ്രൊവിഷനിൽ അവർ ജീവിച്ചത്. അപ്പൊ അത് നമുക്കറിയാം. ആ പ്രൊവിഷൻ ജീവിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് ഇടയായി. ദൈവത്തെ ഭയപ്പെടാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ മുഖം കണ്ട്, മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചില പോരായ്മകൾ ഉള്ള സ്ഥലത്തേക്കും ചില പോരായ്മകളുള്ള വ്യക്തികളെയും മാനുഷിക കണ്ണുകൊണ്ട് കാണുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് അങ്ങനെയല്ല ദൈവം കാണുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവള് വിധവയായ സ്ത്രീയാണ്. ഹാലലിയ ഒരു മകനുണ്ട്. പക്ഷേ അവള് തന്നെ പറയുന്നു, എന്റെ പാപങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് എന്റെ അടുക്കൽ. അപ്പൊ ഈ ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂലം അവിടെ കൊണ്ടുവന്നിട്ട് അവക്കൊരു പാപബോധം ഉണ്ടായി.
അവൾക്കൊരു മാനസാന്തരം ഉണ്ടായി, അവൾ ദൈവത്തെ അറിയാനായിട്ട് ഇടയായി എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ് നമ്മൾ പറയുമ്പോൾ. അതുപോലെ നമുക്കറിയാം ആമേ ശമരിയാക്കാത്ത സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു ചെല്ലുക. ആ വഴി പോയപ്പോ എന്താ, വിശന്നു, ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങാൻ പോയി. അപ്പോൾ കർത്താവിനെ ദാഹിക്കുന്നത് കർത്താവ്, പക്ഷെ കർത്താവ് ഒരിക്കലും അവിടെ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവ് എന്തിനു വേണ്ടിയിട്ട് അവളുടെ അടുക്കിലേക്ക് ചെന്ന് തന്നെ ആ കിണറ്റിന്റെ ചൂട്ടിലേക്ക് പോയെന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ പോയത്, അവിടെ നിന്നത് ആ സ്ത്രീയെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ചില വാതിലുകൾ തുറക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ചില പ്രതികൂലങ്ങൾ എത്തണം. അത് ചിലപ്പോൾ വിശപ്പായിരിക്കും, ചിലപ്പോൾ ദാഹമായിരിക്കും, ചിലപ്പോൾ ഒരു കാരാഗ്രഹമായിരിക്കും, ചിലപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഒരു രോഗമായിരിക്കും. പല ആൾക്കാരും നമ്മൾ കേട്ടിട്ടുണ്ട്, രോഗിയായി കഴിയുമ്പോൾ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട്, ഐസിയുവിൽ കിടന്നുകൊണ്ട്, വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ വിളിക്കുന്നതും ദൈവവുമായിട്ട് ചില കാര്യങ്ങൾ ഉടമ്പടി ചെയ്യുന്നതും എന്താ, ഇവൻ വളരെ ശുഷ്കാന്തി പിടിച്ച് ജോലി തിരക്കിൽ സമ്പത്തിൽ ഓടി നടക്കുമ്പോൾ ദൈവം കേൾക്കാൻ അവന് സമയമില്ലെങ്കിൽ അവനൊരു പ്രതിസന്ധി വന്ന്, പ്രതികൂലം വന്ന് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം, നമ്മൾ നാളെ ദേവദാസം ഐസിയു കിടക്കുമ്പോൾ ഉപവസിക്കാനും സമയമുണ്ട്, പ്രാർത്ഥിക്കാനും സമയമുണ്ട്. കാരണം അവിടെ വേറെ ആരുമില്ല സംസാരിക്കാനായിട്ട്. ആരുമില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രീ ആയി കിടക്കുന്ന സമയം. ആ നേരത്ത് ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ലാത്തവനെല്ലാം ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തോട് സംസാരിക്കാൻ സമയമില്ലാത്ത ദൈവത്തോട് ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയാത്തവൻ അവിടെ കിടക്കാൻ വേദവനും കേൾക്കും. അപ്പോൾ പ്രതികൂലം വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു പ്രതിസന്ധി വന്ന എന്തിനു വേണ്ടി? അവന്റെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറക്കണമെങ്കിൽ ഇവന്റെ മുമ്പിൽ ഈ പ്രതികൂലം വന്നേ തുറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നിട്ടേ നീ തുറക്കത്തുള്ളൂ. ശാഠ്യം പിടിച്ച അങ്ങനെ വരുത്തിയിട്ടാണ് ദൈവം തുറന്നിരിക്കും. നമ്മൾ പറയാണ്ട് പണ്ട് ദൈവം വിളിക്കുമ്പോ ഇങ്ങ് വന്നാൽ കുഴപ്പം, ദൈവം പിടിക്കുന്ന സമയത്ത് ഇങ്ങ് വന്നാൽ കുഴപ്പം, ഇല്ലെങ്കിൽ ചിലപ്പോ കർത്താവ് പിടിക്കുന്ന 1.5 പിടുത്തമായിരിക്കും കേട്ടോ. അപ്പൊ കിടന്ന് അയ്യം വിളിക്കുക. എന്താ യോന കടന്നിട്ട് മത്സ്യത്തിനുള്ളിൽ കിടന്ന് അയ്യം വിളിച്ചത് പോലെ, മത്സ്യത്തിനുള്ളിലെ യാത്ര കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവദാസന് പ്രസംഗിക്കുന്നതും കേട്ട് മത്സ്യത്തിനുള്ളിൽ കൂടെ പോകും. മത്സ്യത്തിനറിയാവോ യോനായി ഇങ്ങനെ നേരെ ഇരുത്തി തന്നെ കൊണ്ടുപോകണമെന്ന്? മത്സ്യം ഈ കടലിലൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് നമ്മൾ ഈ ഡോൾഫിനെയൊക്കെ കാണാറുണ്ടല്ലേ? കാരണം അതിങ്ങനെ ചാടും, അങ്ങനെ ചാടും, മറിയും, കുത്തും, ഈ തിരമാലയ്ക്ക് അനുസരിച്ച് ഇതിങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അപ്പം യോനയ്ക്ക് യോന വയറ്റി കിടപ്പുണ്ട്, ഞാനിങ്ങനെ നേരെ മാത്രമേ പാമ്പ് പാടുള്ളൂ, യോനെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകാൻ പാടുള്ളൂ. ഇല്ല, മത്സ്യം അത് കടലിൽ കൂടെ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്ന അതനുസരിച്ച് യോന വയറ് കിടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങിക്കാണ്. യോന ഏത് വിളിക്കാത്തവൻ അയ്യം വിളിക്കാൻ തുടങ്ങിക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിച്ചൊക്കെ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്താൽ പോലും ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആകെപ്പാട് ഛർദ്ദിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വെപ്രാളത്തിലേക്ക് എത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ഇളക്കം തട്ടുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിളി വരും. അതുപോലെ മത്സ്യത്തിന് ഉള്ളിൽ കിടന്നപ്പം ഏത് വിളിക്കാത്തനും വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ബസ്സിലൊക്കെ ഇരുന്ന് നല്ലോണം കറക്റ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടത് കാറിലൊക്കെ ഇരുന്ന് പോകുന്നതാണ് കല്ല പോയിക്കൊണ്ടിരുന്നത്. ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്കറിയാം, എത്ര ഉറക്കത്തിലാണെങ്കിലും നല്ല എയർ ഗട്ടറിലൊക്കെ ഇങ്ങ് ചാടുകയാണെങ്കിൽ ഏത് ഉറങ്ങുന്നവനും ഉണർന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ ദൈവമേ അടുത്ത എങ്ങോട്ടാണ് ചെന്ന് കയറുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുന്നത്. അല്ലേ? ചില സമയം ഒരു പ്രാവശ്യം ഫ്ലൈറ്റിലെ അനുഭവമില്ലേ, ഒരു ചാട്ടം ചാടിയപ്പോ തലയൊക്കെ മോളിൽ പോയിട്ട് തിരിച്ചത് പൊങ്ങി വന്ന് ഇടിച്ച് കാരണം എവിടെയാണെങ്കിലും ഒരു ഇളക്കം തട്ടിയാൽ നമ്മളത് അറിയും. അപ്പൊ ഏത് വിളിക്കാത്തവരും അറ്റൻഷനായി ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ ചില പ്രതികൂലങ്ങൾ ഇവിടെ കാണുന്ന ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നത്. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോട് അവന്റെ വീട്ടിലെല്ലാവരും പ്രശ്നം. അവൻ രാത്രി ആ നാഴിക തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴി താനും തനിക്കുള്ളതെല്ലാം താമസിയാതെ സ്നാനം വീറ്റും. അവര് മാത്രമല്ല താനും തനിക്കുള്ളവരെല്ലാവരും
സ്നാനമേറ്റ് അതിനുശേഷം അപ്പോൾ ഹാലേലിയ ഇവിടെ ചില പ്രതികൂലങ്ങളെ, ചില പ്രതിസന്ധികളെ ഹാലേലിയ വാതിലാക്കി മാറ്റുന്ന കർത്താവ് യേശു ക്രിസ്തു. ഹാലെ നമ്മൾ അതിന് തൊട്ടു മുമ്പ് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് പോയിട്ട് പുഴവക്കിൽ പോയിരുന്നു. ഹാലേലിയ അവിടെ ഇരുന്നു കൊണ്ട് അവര് ഹാലേലിയ പുഴവക്കത്ത് അവിടെ കൂടെ സ്ത്രീകളോട് സംസാരിച്ച് അതിൽ രക്താംബര കച്ചവടക്കാരിയെ ലുദിയുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്ന കണ്ടു. ഹാലെ അപ്പൊ എന്താ, അവര് പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് പോയി രാവിലെ. അപ്പം പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചപ്പോ കണ്ടില്ല, മടങ്ങി റൂമിൽ വന്ന് കിടന്നില്ല, അവർ പുഴവക്കത്ത് പോയിരുന്നു. ഹാലേലൂയ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന സ്ത്രീകളോട് സംസാരം. അപ്പൊ ഇവര് പോയ സമയത്ത് തന്നെ പ്രാർത്ഥനാ സ്ഥലം, നമ്മളങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് ഇറങ്ങി ഹാലേലൂയ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥനാ സ്ഥലം കണ്ടെങ്കിൽ ഒരിക്കലും അവരെ പുഴവക്കത്ത് പോയെന്ന് അവരോട് സംസാരിക്കത്തില്ല. ഹാലേലൂയ അപ്പൊ ചില പ്രാർത്ഥന നമ്മൾ അറിയോ സിസ്റ്റർ, ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഇല്ല, ഇവിടെ ഒരു നമുക്കൊരു കൂട്ടായ്മയില്ല, വളരെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളവിടെ പോയിട്ടൊരു കൂട്ടായ്മയില്ല. നിനക്ക് അവിടെ ഒരു കൂട്ടായ്മയില്ല, നീ ചിന്തിച്ചോണം. അത് നിന്റെ മുമ്പ് ദൈവം കൊണ്ടുവന്നൊരു പ്രതിസന്ധിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് നിന്നെ കൊണ്ട് അവിടെ ഒരു വാതിൽ തുറപ്പിക്കാനായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാ അവിടെ പ്രതികൂലം വന്നത്. അവിടെ പ്രാർത്ഥനാ കൂട്ടായ്മ ഇല്ലാത്ത അവിടെ ഒരു നിങ്ങൾക്കൊരു കൂട്ടായ്മ തന്നിട്ടില്ലെങ്കിൽ എന്തായാലും രക്ഷപ്പെട്ടു. ഇവിടെ ഒരു കൂട്ടായ്മയില്ല. അപ്പം ഞായറാഴ്ച ദിവസം സുഖമായിട്ട് രാവിലെ കിടന്ന് ഉറങ്ങാം. എന്തായാലും എഴുന്നേറ്റ് പള്ളിയിലൊന്നും പോകണ്ട, അല്ലെ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല ആ പ്രതിസന്ധി നിന്റെ കയ്യിൽ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. എന്തിനു വേണ്ടി? നീ ഉണരണം. നീ അവിടെ പ്രാർത്ഥിക്കണം. നീ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങണം. അവിടെ ഒരു സുവിശേഷത്തിന്റെ വാതിൽ തുറക്കണം. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സിസ്റ്റർ അവർ പോയെടുത്ത് ഒരു കൂട്ടായ്മയില്ല കുഞ്ഞുങ്ങൾക്കും, അല്ലെങ്കിൽ അവർക്കിപ്പോ ഒരു കൂട്ടായ്മയില്ല. ഇതൊരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി ഈ പ്രതിസന്ധി വന്നു വെച്ചാൽ അവിടെ വാതിൽ തുറക്കാൻ വേണ്ടിയാ പ്രതിസന്ധി നിൽക്കുന്നത്. എന്താ നമുക്ക് ചിലപ്പോ ഒരു ചർച്ച് പോലെ ഒന്നും ആയില്ലെങ്കിലും ആ ഭാഗത്തുള്ള 10 പേരെ കൂട്ടിയിരുത്ത് നമുക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? ഇല്ലേ? നമ്മുടെ മുമ്പിലൊക്കെ കോവിഡ് എന്ന് പറഞ്ഞ വലിയൊരു പ്രതിസന്ധി വന്നു. എന്താ? ചർച്ചകളെല്ലാം അടഞ്ഞു. ഹാലേലൂയ ചർച്ചകളെല്ലാം അടഞ്ഞു. ആർക്കും തമ്മിൽ കാണാൻ പറ്റുന്നില്ല, കൂട്ടായ്മ ആചരിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞു ഹാലേലിയ തമ്മിൽ കാണാൻ പറ്റില്ല, കൂട്ടായ്മ ആചരിക്കാൻ. നിനക്ക് കണ്ട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റും. നിനക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നീ ഹാലേലിയ നീ അടുത്ത തുടങ്ങുക, ഒരു സൂം വഴി, ഒരു ഗൂഗിൾ മീറ്റ്, ഒരു മീറ്റിംഗ് തുടങ്ങിയ നിനക്ക് രാജ്യങ്ങളെ ബൗണ്ടറികളെ ഭേദിച്ചുകൊണ്ട് ഹാലേലിയ ഒരുമിച്ചത് പ്രാർത്ഥികൾ അവസരം ദൈവം ഒരുക്കിയത് അല്ലേ? 2000 കോവിഡിന്റെ സമയത്താണ് നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയത്. ദൈവം പറഞ്ഞിട്ട് തുടങ്ങിയതാണ് നമ്മൾ. ദൈവം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇന്ത്യയിൽ ഇരിക്കുന്നവർക്കും UK ഇരിക്കുന്നവർക്കും UAE ഇരിക്കുന്നവർക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ കഴിയും. നേരിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ UAE നിൽക്കുന്നവർക്ക് UAEയിലുള്ള അതും UAE തന്നെ എല്ലാ എവറേഴ്സും പോകാൻ പറ്റത്തില്ല. അടുത്തുള്ള ആൾക്കാരുമായിട്ട് മാത്രം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാജ്യങ്ങളുടെ ബൗണ്ടറികളെ ഭേദിച്ചുകൊണ്ട് ദൈവം വാതിലിനെ തുറന്നു. ഇന്ന് ദൈവദാസന്മാർക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് പിടിച്ച് വിസ എടുത്ത് രാജ്യങ്ങളിൽ കടന്നു പോകേണ്ട കാര്യമില്ല. വീട്ടിലെ റൂമിലുള്ള ലാപ്ടോപ്പ് ഓണാക്കി മൊബൈൽ ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഏത് രാജ്യങ്ങളിലേക്കും പ്രസംഗിക്കാം. ഇല്ല, പ്രതികൂലം എന്താണ്? കർത്താവ് യേശുക്രിസ്തു എന്താക്കി? അത് വാതിലാക്കി മാറ്റി. സുവിശേഷത്തിന്റെ വാതിലാക്കി മാറ്റി. ഇപ്പൊ രാജ്യങ്ങളിൽ ബൗണ്ടറികളിൽ ഭേദിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ വാതിൽ തുറക്കാൻ കോവിഡ് കൊണ്ട് നടന്നു. ഹാലേലൂയ. അപ്പൊ നമ്മൾ വിചാരിച്ച രോഗം വന്നപ്പോ, ഈ പ്രതികൂലം വന്നപ്പോ അയ്യ കർത്താവേ ഹാലേലൂയ. പക്ഷെ ഇന്ന് കോവിഡ് മാറിയിട്ടും പലരും ഇന്ന് സൂവിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റിക്കണം കേട്ടോ. കൂട്ടായ്മ ആചരിക്കാൻ കിട്ടുന്ന അവസരം ഒന്നും വെറുതെ കളയരുത്. സൂവിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് മടി പിടിച്ച് പോകരുത്. നമ്മളെ ദൈവം ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം, ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മ കണ്ണു തുറക്കണം. നമ്മൾ ഇതെന്തിനു വേണ്ടി വന്നു എന്ന് തിരിച്ചറിയണം. അവിടെ ആ പ്രതിസന്ധിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചില പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടിയിരിക്കുന്ന വാതിലെ കണ്ടുകൊണ്ട് അത് തുറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നല്ല ദേവദാസൻ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ വേറൊരു പാസ്റ്ററും കുടുംബം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അതിന്റെ ജീവനോട് ഭയങ്കര വെല്ലുവിളിയുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പൊ ഞാനങ്ങ് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജീവനോടുള്ള വെല്ലുവിളിയല്ലേ, കർത്താവിന്റെ അടുത്തേക്ക് അത്രയും നേരത്തെ അങ്ങ് പോകണമല്ലോ. അപ്പൊ ദേവദാസനെ വഴക്ക് പറയുകയും ചെയ്തു. കാണുക വെച്ച് കഴിഞ്ഞാല് അങ്ങനെയാണ് അവര് പറയുന്നത്. ഞാൻ പറയും, പിന്നെ നമ്മളിവിടെ ജീവിക്കുന്നത് എത്താ
നമ്മുടെ പ്രത്യാശ എന്താ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ കർത്താവിനോട് കൂടെ ചെല്ലാം. അതിന് ഒരു ദിവസം മുമ്പേ അങ്ങ് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ചെല്ലാമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. പ്രത്യാശയുള്ളവരാരും മരിക്കാനായിട്ട് ഭയപ്പെടത്തില്ല. എന്താ പ്രത്യാശ? നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ അല്ല, നമ്മൾ ചെന്ന് ചേരുന്നത് കർത്താവിന്റെ അടുക്കലേക്കാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോട് കൂടി വാഴുവാനായിട്ട് കിട്ടുന്ന അവസരമല്ലേ, കർത്താവിനോട് ജീവിക്കാൻ കിട്ടാ. അപ്പൊ അതിൽ നമ്മൾ സങ്കടപ്പെടുക, അയ്യോ ഞാൻ ചത്തുപോകുമെന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയല്ല. ഹാലല്ലേ, അതിൽ നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. ഹാലല്ലേ, എന്നാൽ ആമേ ഹാലല്ലേ. അപ്പൊ ഇത് ഹാലി എന്താണ് ഹാലല്ലേ, ഇവിടെ ഒരു പ്രതിസന്ധി ഹാലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹാലേ ആമേ, നമുക്കറിയാം ശത്രു നമ്മളെ പലപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ട് തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ഹാലല്ലേ ആമേ നിന്നെ നശിപ്പിച്ച് കളയുന്ന വെല്ലുവിളിച്ച ഞാൻ പറയും ശത്രു നിന്ന് വെല്ലുവിളിക്കത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ട എന്റെ ഒരു വയസ്സ് ജനിച്ചപ്പോൾ തുടങ്ങി, ഒരു വയസ്സ് തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തോട് വെല്ലുവിളി തുടങ്ങിയതാ. ഹല്ലേലൂയ. ആമേ, അത് പല കാലഘട്ടങ്ങളിൽ 7 വയസ്സപ്പോൾ കിണറ്റിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വെല്ലുവിളിച്ചു. ഹല്ലേലൂയ. അവിടെയും ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. കിണറ്റിലേക്ക് പോയി ഞാൻ കുനിഞ്ഞ നമ്മൾ കമന്ന് കിണറ്റിലേക്ക് പോയി അവിടെ ചെന്ന് നിവർന്ന് നേരെ നല്ല സ്റ്റഡി ആയിട്ട് പോയി നിൽക്കുക ചെയ്ത് കിണറ്റിൽ. കാരണം വെച്ചാൽ എന്റെ കർത്താവ് നമുക്ക് ദൂതന്മാരല്ല, അവന്റെ ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേ, ആ ദൂതന്മാരുടെ കരം നമ്മളെ എപ്പോഴും കല്ലിന്മേൽ താങ്ങുമെന്ന് പറയാൻ വെറുതെ എഴുതി വെച്ചേക്കുന്ന ഒരു രസത്തിന് വേണ്ടി എഴുതി വെച്ചത് വചനമല്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആ തെരഞ്ഞെടുപ്പ് ഞാൻ ഹല്ലേലൂയ 2016 തിരിച്ചറിഞ്ഞതെങ്കിൽ പക്ഷെ ദൈവം തിരിച്ചറിഞ്ഞ 2016 ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ടിട്ടുണ്ട്. ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിലായിരിക്കും പോലെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെങ്കിൽ നമ്മളെ തകർത്തുകളെന്ന് പല പ്രാവശ്യം പിശാച് നമ്മളെ നോക്കി വാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ദൈവം കണ്ടവനെ തകർത്തുകൾ ഒരു പിശാചിനും പറ്റത്തില്ല. ഹല്ലേലൂയ. വെല്ലുവിളിയൊക്കെ ഉണ്ടാകും. ഇപ്പൊ തീർക്കും, ഇപ്പൊ നിന്നെ കൊണ്ടുപോകും. എന്നാ പിന്നെ പണ്ടേ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. എന്താ കൊണ്ടുപോകാതിരുന്നത്? കൊണ്ടുപോകണമെങ്കിൽ ആമേ മുകളിൽ നിന്ന് കൊടുക്കാതെ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും മേൽ മുകളിൽ നിന്ന് കർത്താവ് കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് എന്തിനു വേണ്ടി വന്നെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ദൈവം എന്താണ് വെച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി തിരിച്ച് അതിന്റെ ആ വാതിൽ തുറക്കാനായിട്ട് ശ്രമിച്ചോണം. ആ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ചില മനുഷ്യരുടെ ഹൃദയത്തിന്റെ വാതിലായിട്ട് നമ്മൾ തുറക്കേണ്ടത്. നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ സ്വന്തക്കാരെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ICUവിൽ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ദൈവമേ കർത്താവ് എന്തായിരുന്നു ചോദിക്കും. കാരണം എന്താ വെച്ചാൽ അവന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമെങ്കിൽ, അവനോടൊന്ന് സംസാരിക്കണമെങ്കിൽ, അല്ലെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് ഹൃദ്യമായൊന്ന് സംസാരിക്കണം. അവൻ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ട് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പൊ ദൈവത്തിന് ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ മറ്റ് സംസാരങ്ങളും മറ്റ് ടിവിയുടെ സൗണ്ടും മൊബൈലിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ICU കയറ്റിയാലേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആമേ, അതൊക്കെ ദൈവത്തിന് വാതിൽ നമ്മുടെ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതികൂലത്തെയും വാതിലാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവ് യേശു. കാരണം എന്താ, ഞാനാകുന്നു വാതിലെന്ന് പറഞ്ഞവന് ദൈവത്തിന് മുമ്പിൽ തുറക്കാത്ത വാതിലിന് മുമ്പിൽ തുറക്കാത്ത ഏത് വാതിലാണ് ഉള്ളത്? അതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതികൂലങ്ങളെയും വാതിലാക്കി മാറ്റുന്ന കർത്താവ് യേശു ക്രിസ്തു. ചില വാതിലുകൾ തുറക്കാൻ വേണ്ടി ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. അതിന് മുൻപിൽ നിൽക്കുന്ന വാതിലിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.